ജീവാത്മാവ് ഒരു വെള്ളത്തുള്ളി പോലെയാണ്, പരമാത്മാവ് അനന്തമായ സമുദ്രം പോലെയാണ്. അതിൻ്റെ സത്സ്വഭാവത, അതിൻ്റെ സത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ സത്സ്വഭാവത വസ്തു കേവലം, അതിൻ്റെ സത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഈ വെള്ളത്തുള്ളിയും വെള്ളമാണ്, സമുദ്രം വെള്ളമാണ്. ആ വെള്ളത്തുള്ളി സമുദ്രത്തിൽ വീണ് പൂർണ്ണമായി ലയിച്ചിട്ട് അതിൻ്റെ വ്യക്തിത്വം ഇല്ലാതെയാകുന്നു. അതുപോലെ തന്നെ ഈ പരമാത്മാവിൽ ഞാൻ പൂർണ്ണമായി ലയിച്ചിട്ട് ആ വ്യക്തിത്വം ഇല്ലാതെയാകുകയാണ്. അതാണ് മോക്ഷം എന്ന് അദ്വൈത വേദാന്തികൾ പറയുന്നു. അതാണ് ജീവൻ മുക്തി. അവിടെ ഒരു ഗുരു അത്യാവശ്യമാണെന്ന് പറയാനുള്ള കാരണം. ജ്ഞാനമാർഗം സ്വീകരിച്ചില്ല അവരുടെ ജീവൻ മുക്തിയും പിന്നെ ഭക്തിമാർഗം സ്വീകരിച്ചില്ല ഭക്തന്മാരുടെ ക്രമമുക്തി എന്ന് പറയും. ഭക്തന്മാർ നമ്മുടെ അദ്വൈത വേദാന്തമാണെങ്കിൽ നമ്മുടെ ഈ സൃഷ്ടി വെറും ഒരു സംസാര സ്വപ്നതുല്യോഹി എന്ന് പറയാറുണ്ട്. ഈ സംസാരം വെറും ഒരു സ്വപ്നം ഇതിന് തുല്യമാണ്. സ്വകാലേ സംസാര സ്വപ്നതുല്യോഹി രാഗദ്വേഷാദി സങ്കുലഹ സ്വകാലേ സത്യവദ്ഭാതി പ്രബോധേ സത്യസദ്ഭവേ എന്ന് പറയാറുണ്ട്. സ്വകാലേ സത്യവദ്ഭാതി, നമ്മൾ ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നം സ്വപ്നം സത്യമാണെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഉണർന്നു കഴിഞ്ഞാൽ ആ സ്വപ്നം ഇല്ലാതെയാകും. അതുപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഇപ്പം നമ്മൾ സംസാര സ്വപ്നത്തുല്യോഹി, നമുക്ക് ഇതൊരു സ്വപ്നം മാത്രമാണ്. നമ്മൾ ആ പരമാവസ്ഥയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവനും ഒരു സ്വപ്നതുല്യമായി തീരും, ഇല്ലാതെയായി തീരും എന്നാണ് അദ്വൈത വേദാന്തം പറയുന്നത്. അത് നേരെ മറിച്ച് അത് ഭക്തന്മാർക്ക് അത് ഇഷ്ടമല്ല. ഭക്തന്മാർ പറയണത് എൻ്റെ ഭഗവാൻ സൃഷ്ടിച്ചാണ് ഈ പ്രപഞ്ചം, താഴെ ഇത് ഇല്ലാതെ ഹൗ ക്യാൻ യു സേ ദിറ്റ് ഈസ് അൺറിയൽ. ഭക്തന്മാർക്ക് ദേഷ്യം വരും. അപ്പോൾ ജീവൻ മുക്തി ക്രമമുക്തി എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉപാസകർ, ഒരു പ്രത്യേകിച്ച് ഒരു ദൈവത്തെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോക്ഷം, നമ്മളെല്ലാവർക്കും അങ്ങനെയാണ്. നമ്മുടെ ഭൂരിപക്ഷ ആൾക്കാരും പറയുന്നത് എൻ്റെ മോക്ഷം എനിക്ക് ദേവിയെ പ്രതിഷ്ഠമായിട്ട് കാണണം, അമ്മയുടെ സാമീപ്യമാണ്, എനിക്ക് അതിൻ്റെ അപ്പുറം ഒരു മോക്ഷമില്ല എന്ന് ഭക്തന്മാർ എപ്പോഴും അങ്ങനെ പറയാം. അപ്പോഴത് ഒരു സാധനം പറയുന്നത് അതിന് കർമ്മമുക്തി എന്ന് പറയും. നമ്മുടെ ഈ ശരീരം വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ശിവഭക്തന് കൈലാസം, വൈകുണ്ഠം, പിന്നെ ദേവീഭക്തന്മാരാണെങ്കിൽ മണിദ്വീപ് എന്ന് പറയും. അവിടെ ദേവി മാത്രമേ ഒരുപാട് ദേവിയുടെ രൂപങ്ങൾ അവിടെ കാണാമെന്ന് പറയും. പിന്നെ സാധാരണ പറയുന്നത് സാക്കേതപുരി, ശ്രീരാമ ഭക്തന്മാർക്ക് അവിടെ ഉണ്ടാകുന്ന പറയും സാക്കേത്. പിന്നെ ശ്രീകൃഷ്ണ ഭക്തന്മാർ ഗോലോകം എന്ന് പറയും. നമ്മൾ സാധാരണ പറയുന്നത് വൈകുണ്ഠം തന്നെ വലിയ വിശാലമാണ് വൈകുണ്ഠം. അതിൽ നരസിംഹ ഉപാസന അവർക്കൊരു പ്രത്യേകിച്ചൊരു മണ്ഡലമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നരസിംഹമൂർത്തി എപ്പോഴും കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഏത് മൂർത്തിയെ നമ്മൾ ആരാധിക്കുന്നോ അവിടെ വൈകുണ്ഠത്തിൽ വളരെ വിശാലമായിട്ട് വൈകുണ്ഠത്തിൽ ആ രൂപത്തിൻ്റെ കൂടെ നമുക്ക് ഇരുന്നുകൊണ്ട് എപ്പോഴും ആ മൂർത്തി കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ ഘട്ടങ്ങളുണ്ട്. നമ്മൾ സാലോക്യം, മുക്തി എന്ന് പറയുമ്പോഴും മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടദേവതയുടെ ലോകം പ്രാപിക്കുക, സാലോക്യം. പിന്നെ രണ്ടാമതായിട്ട് സാമീപ്യം, ഇത്രയും കൂടി അടുത്ത് എപ്പോഴും നമുക്ക് അടുത്ത് ഇരിക്കാൻ സാധിക്കും ആ ദേവി ആ രൂപത്തിൻ്റെ. പിന്നെ സാരൂപ്യം എന്ന് പറയും. നമ്മൾ അത്രയും അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഇഷ്ടമൂർത്തിയുടെ രൂപം തന്നെ നമുക്ക് കിട്ടുമെന്ന് പറയും. ലാസ്റ്റാണ് നമ്മൾ സായുജ്യം എന്ന് പറയും. സായുജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വ്യക്തിത്വം പൂർണ്ണമായി അത് പരമാത്മാവിൽ ലയിക്കുകയാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ ഭക്തിശാസ്ത്രം പറഞ്ഞു കേട്ടത് ക്രമമുക്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉപാസകർ അവർ എൻ്റെ മോക്ഷം എനിക്ക് എൻ്റെ ഇഷ്ടമൂർത്തിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം, അതാണ് എൻ്റെ മോക്ഷം. അപ്പം അങ്ങനെ നമ്മുടെ ഈ ഭൂലോകവാസം കഴിഞ്ഞാൽ നമ്മൾ ആ ഇഷ്ടമൂർത്തിയുടെ കൂടെ പോയിട്ട് ആ ലോകത്തെ അനേക വർഷങ്ങൾ വസിച്ച ശേഷം പിന്നെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ആ ഇഷ്ടദേവൻ നമുക്ക് മോക്ഷം തരുന്നതാണ്. അത് സായുജ്യം നൽകുകൊണ്ട് ആത്മോപദേശം തന്നുകൊണ്ട് ആ ഇഷ്ടമൂർത്തി പറയും, ഭക്തന്മാരെ ഇത് മാത്രമല്ല ഞാൻ സർവ്വവ്യാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മോപദേശം നൽകിക്കൊണ്ട് പിന്നെ ക്രമേണ മുക്തി നൽകുന്ന പൂർണ്ണമായ ലയം സായുജ്യം നൽകുമെന്നാണ് ഭക്തിശാസ്ത്രം പറയുന്നത്. നമ്മുടെ ഓംകാര ദിവ്യപുരുളെ അതിലെടുത്തു കഴിഞ്ഞാൽ അത് അമ്മ തന്നെ പറയുന്നത് ഓമനയായി വളർന്ന് ആമയങ്ങൾ നീക്കി ഓംകാര വസ്തുവായി തീരൂ എന്നാണ്. അത് നമ്മുടെ ഈ മാലിന്യം പോയി കഴിഞ്ഞാൽ നമ്മൾ അത് എപ്രകാരം
ഒരു കർപ്പൂരം പോലെ, കർപ്പൂരം ശുദ്ധ കർപ്പൂരം കത്തിക്കഴിഞ്ഞാൽ അത് ക്രമേണ പൂർണ്ണമായി അത് ലയിച്ച് ഈ അന്തരീക്ഷമായിട്ട് ചേരുകയാണ്. അപ്രകാരം നമ്മുടെ ഈ ഭക്തിയിൽ പൂർണ്ണമായ ജ്ഞാനം എന്ന അഗ്നിയിൽ നമ്മൾ കംപ്ലീറ്റ് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ സർവ്വവ്യാപിയായി അങ്ങ് ലയിക്കുകയാണ്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വെള്ളത്തുള്ളി സമുദ്രത്തിൽ വീണ് കഴിഞ്ഞാൽ അത് പൂർണ്ണമായ അസമുദ്രമായി ലയിക്കുന്നില്ല. ആ പൂർണ്ണമായ ലയം ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഓംകാര ദിവ്യ പുരുളി എന്ന അതിൽ നല്ലൊരു വരിയുണ്ട്. ചോദിപ്പതീശ്വരൻ നൽകും, എന്നാൽ ചോദിപ്പാൻ വേണം വിവേകം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാവണനും കുംഭകർണനും എന്തൊക്കെയോ ചോദിച്ചു, അവസാനം ഒന്നുമില്ലാതെയായി. വിഭീഷണൻ പറഞ്ഞു എനിക്ക് ശുദ്ധ ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞു. വിഭീഷണൻ രക്ഷപ്പെട്ടു. അപ്പോൾ ചോദിപ്പത് ഈശ്വരൻ നൽകും, എന്നാൽ ചോദിപ്പാൻ വേണം വിവേകം. അത് ദേവി മഹാത്മ്യത്തിന് നല്ലൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ ഗുരുപാദക സ്തോത്രത്തിൽ ഒരു മനോഹരമായ ശ്ലോകമാണ്. ആദ്യത്തെ ശ്ലോകം പറയുന്നത് അനന്ത സംസാര സമുദ്രതാര നൗകായുതാഭ്യാം ഗുരുഭുക്തിതാഭ്യാം. ഈ അനന്തമായ ഈ സംസാര സാഗരത്തെ മറികടക്കാനുള്ള നൗകായുതാഭ്യാം ഗുരുഭക്തിതാഭ്യാം. ഈ നൗക ഒരു തോണിയാണ് ഗുരുവിൻ്റെ പാദുകങ്ങൾ. ഇത് ഈ അനന്ത സംസാര സമുദ്രതാര, ഈ സംസാരം ഈ അനന്തമായ സംസാരം മറികടന്ന് അത് അക്കരെ എത്താനുള്ള ഒരു തോണിയാണ് നൗകായുതാഭ്യാം ഗുരുഭക്തിതാഭ്യാം. നമുക്ക് ഗുരുഭക്തി നൽകുന്നതാണ് ഈ ഗുരുവിൻ്റെ പാദങ്ങൾ. വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാം. പൂജിക്കുന്നവർക്ക് രണ്ടും കിട്ടും. അത് യഥാർത്ഥ അർത്ഥം വൈരാഗ്യ സാമ്രാജ്യം എന്നാണ്. വൈരാഗ്യത്തിന് സാമ്രാജ്യം. പക്ഷെ അത് ചിലക്ക് പേടി, അയ്യോ എനിക്ക് വേണ്ട, അത് വേണ്ടെന്ന് പറയും. അതുകൊണ്ട് രണ്ടും മുറിച്ച് പറയും. യഥാർത്ഥ അർത്ഥം വൈരാഗ്യ സാമ്രാജ്യം, വൈരാഗ്യത്തിൻ്റെ ഒരു സാമ്രാജ്യം നൽകുമെന്നാണ്. പക്ഷേ അത് ചില സാധാരണക്കാരന് ഭയം തോന്നും, അയ്യോ വൈരാഗ്യം വേണ്ടതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വൈരാഗ്യ സാമ്രാജ്യ പൂജനാഭ്യം. ഗുരു വൈരാഗ്യം നൽകും.